പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിസംബർ 4-ാം തീയതി തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ ഉത്തരവ് പുറപ്പെടുവിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്രദ്ധിച്ചോളണം, ആ ഉത്തരവ് പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്ക് ശേഷമല്ല, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഞാനതാ പറഞ്ഞത്, മണിക്കൂറുകളൊന്നും അല്ല എടുത്തത്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ എറണാകുളത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നതായി കേൾക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അയാൾ ഒരു ലൈംഗിക വൈകൃതക്കാരനാണെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ 2 നേതാക്കന്മാരിപ്പം 10-15 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പിണറായി വിജയന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് അയാൾ രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃതക്കാരനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ വിമർശനങ്ങളുമായിട്ടാണ് കേരള മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ കോൺഗ്രസ് അണികളും കേരളത്തിലെ പൊതുജനങ്ങളും ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി താങ്ങേണ്ട കാര്യമൊന്നും കോൺഗ്രസിനില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ പുറത്താക്കി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയില്ല. കാരണം അവരെ ബൂട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞു അയാളെ പാർട്ടിയിൽ. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോഴും അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പറഞ്ഞ പാർട്ടി അയാളെ പുറത്താക്കിയിരിക്കുന്നത്. ചരിത്ര പ്രധാനമായിട്ടുള്ള സൂര്യശോഭയോടുകൂടിയുള്ള ഒരു തീരുമാനമല്ലേ സുഹൃത്തുക്കളെ? ഇതേത് രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ എടുക്കാൻ പറ്റും ഇതുപോലൊരു തീരുമാനം? നമ്മളതിൻ്റെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 മാസങ്ങൾക്ക് മുമ്പ് ആരോപണങ്ങൾ വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി അല്ലാതെ വേറെ ഏത് പാർട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ? കുറ്റാരോപിതനായിട്ടുള്ള അയാൾക്കെതിരെ വിധിയും കൂടെ വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് പാർട്ടി. കുറ്റാരോപിതരായിട്ടുള്ള 2 CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പോട്ടെ, സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ CPM എന്ന് പറഞ്ഞ പാർട്ടി? ചോദിച്ചപ്പോൾ പറഞ്ഞ ഞങ്ങൾ ഉൾപ്പെടെ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നാണം കെട്ട മറുപടിയല്ലേ അയാൾ കൊടുത്തിട്ടുള്ളത്. അയ്യപ്പൻ്റെ സ്വർണം കെട്ടതിനല്ലേ പത്മകുമാറും N വാസുവും ജയിലിൽ കിടക്കുന്നത് ആഴ്ചകളായി. അവർക്കെതിരെ എന്ത് നടപടി എടുത്തിട്ടുണ്ട് CPM? അപ്പോൾ കുറ്റാരോപിതനാണ്, അതായത് ജയിലിൽ കിടക്കുന്നവരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ കുറ്റാരോപിതനല്ലേ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കെട്ടതിന് കുറ്റാരോപിതനാണെങ്കിൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട. പക്ഷെ അപ്പുറത്ത് കുറ്റാരോപിതനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ആ പാർട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് CPM-കാരൻ വരും. നാണം കെട്ടവന്മാരുടെ പാർട്ടിയല്ലേ ഈ പാർട്ടി? കുറ്റാരോപിതനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു കോൺഗ്രസ്. മറുഭാഗത്ത് CPM എന്താ ചെയ്യുന്നത്? ഓരോന്നായി നമുക്കൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. കൊല്ലം MLA മുകേഷ് 1-ലധികം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള വിഷയത്തിൽ പിണറായിയുടെ പോലീസ് തന്നെ അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിട്ട് ആ മുകേഷിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അയാൾ ഇപ്പോഴും നിയമസഭയ്ക്കകത്ത് വന്നിരിക്കുകയല്ലേ? പിണറായിയുടെ പോലീസ് തന്നെയല്ലേ കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്? അപ്പോൾ കുറ്റപത്രം കൊടുത്തിട്ട് പോലും പുറത്താക്കാൻ ഉളുപ്പില്ലാത്തവന്മാരാണ്
ആരോപണ വിധേയനായ പുറത്താക്കിയപ്പോഴത്തേക്ക് ആ പാർട്ടിയെ വീണ്ടും വിമർശിക്കും. എന്തൊരു ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയുമാണിത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതൊന്നാമത്തത്. രണ്ട്, ഇവരുടെ ഗതാഗത മന്ത്രി ആരാ? സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ടെന്ന് CBI റിപ്പോർട്ടിൽ പരാമർശം വന്നവനല്ലേ ഗണേഷ് കുമാർ? CBI റിപ്പോർട്ടിൽ സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുണ്ടെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അയാളെ ഗതാഗത മന്ത്രിയാക്കി നിലനിർത്താൻ ഉളുപ്പില്ലാത്ത പിണറായി വിജയ, ആ നിങ്ങളാണോ കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത്? ആ നിങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് പറയുന്നത്? ഇനി നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന P ശശി, അയാളെ ഒന്നിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചതിനല്ലേ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? കണ്ണൂരിൽ നിന്നുള്ള സാത്വികനായിട്ടുള്ള ഒരു MLA-യുടെ മകളെ പീഡിപ്പിച്ചതുൾപ്പെടെ, ഒരു DYFI നേതാവിൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചതിനുൾപ്പെടെ 2010 VS അച്യുതാനന്ദന്റെ സമ്മർദ്ദപ്രകാരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിട്ടാണോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് പറയാൻ ലജ്ജയുണ്ടോ വിജയ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ വിജയ നിങ്ങൾക്ക്? PK ശശി എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു നേതാവ്, അവരൊരു DYFI നേതാവിനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ AK ബാലനും PK ശ്രീമതിയും കൂടെ അന്വേഷിച്ചിട്ട് എന്താണ് ചെയ്തത്? തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ അയാളെ തിരിച്ചെടുക്കുകയല്ലേ? എന്ത് ഉളുപ്പില്ലാത്തവരല്ലേ നിങ്ങൾ? അയാൾ ഇപ്പോഴും ഈ പാർട്ടിയിൽ നിൽക്കുകയല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ അന്തരിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിക്ക് അനധികൃതമായിട്ടുണ്ടായിരുന്ന ബന്ധം 1.5 കോടി രൂപ എടുത്തല്ലേ വിജയ പിന്നെ നിങ്ങൾ ഒത്തുതീർത്തത്? 1.5 കോടി രൂപ കൊടുത്തല്ലേ പിന്നെ അവൻ്റെ രണ്ടാം ഭാര്യ അനധികൃത ഭാര്യയുടെ ബന്ധം നിങ്ങൾ ഒത്തുതീർത്തത്? എത്രയോ സിനിമാ നടന്മാർ, സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ നടൻ, ആ സിനിമാ നടനെതിരെ എത്ര ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നു? അയാളിപ്പോഴും ജാമ്യത്തിലല്ലേ? അയാളിപ്പോഴും സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് അയാളെ തൊടാൻ കഴിയുന്നുണ്ടോ? വേടൻ എന്ന് പറഞ്ഞൊരുത്തൻ ഒന്നിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചു. ലൈംഗിക പീഡനം നടക്കുമ്പോൾ രക്തം കാണണമെന്ന് പോലും വേടൻ ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ആ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലേ? നിങ്ങളല്ലേ അതിന് കാരണക്കാർ. ആ വേടൻ വിദേശ രാജ്യത്ത് പോയില്ലേ? നിങ്ങളല്ലേ കാരണക്കാർ. ആ സ്ത്രീകളെ പീഡിപ്പിച്ച വേടന് അവാർഡ് പോലും കൊടുത്ത നരാധമന്മാരുടെ ഭരണമല്ലേ വിജയ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലേ? എത്രയോ പിന്നെ സിനിമാ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ. ബാലചന്ദ്ര മേനോൻ, എത്ര സ്ത്രീപീഡന ആരോപണം വന്നു? നിങ്ങൾ കാരണമല്ലേ മുൻകൂർ ജാമ്യം കിട്ടിയത് അയാൾക്ക്. നിവിൻ പോളിക്കെതിരെ ആരോപണം വന്നു, ജയസൂര്യക്കെതിരെ ആരോപണം വന്നു. ഇതിലെല്ലാം തന്നെ നിങ്ങൾ ഭരണകൂടം നിശബ്ദരായിരുന്നുണ്ടല്ലേ അവർക്ക് പിന്നെ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. 5 വർഷക്കാലം പൂഴ്ത്തിവെച്ചത് നിങ്ങളല്ലേ? എത്ര സ്ത്രീകൾ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു? ആ റിപ്പോർട്ട് തീർന്നില്ലേ? ഒരൊറ്റ FIR എങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? അങ്ങനെ സ്ത്രീ പീഡകർക്കും നരാധമന്മാർക്കും ഒപ്പം നിൽക്കുന്ന നരാധമന്മാരായിട്ടുള്ള സ്ത്രീ പീഡകരെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന വിജയൻ, ആ വിജയന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് പറയാൻ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്? ലജ്ജയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്? സ്ത്രീ പീഡകരുടെ തോളിൽ കയറിയിരുന്നു കൊണ്ട്, നരാധമന്മാരുടെ തോളിൽ കയറിയിരുന്നു കൊണ്ട് ഒരു കുറ്റാരോപിതനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയെ പരിഹസിക്കാൻ നാണമില്ലേ, ലജ്ജയില്ലേ വിജയ നിങ്ങൾക്ക് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാറുള്ളത്.